കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഭാസുരാംഗന്റെയും ഭാര്യയെയും പെൺമക്കളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനായി വെള്ളിയാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കോടതി സമൻസ് അയച്ചു. ഭാസുരാംഗന്റെയും മകൻ അഖിൽജിത്തിന്റെയും ജാമ്യാപേക്ഷ കലൂർ PMLA കോടതി തള്ളി. പ്രതികൾക്ക് കുറ്റപത്രത്തിന്റെ പകർപ്പ് ഡിജിറ്റൽ രൂപത്തിൽ നൽകാൻ കോടതി അനുമതിയും നൽകിയിട്ടുണ്ട്. രാഗിൻ ചേരുന്നു. രാഗിൻ, വിശദാംശങ്ങൾ. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ആണ് മുൻ CPI നേതാവായിരുന്ന ഭാസുരാംഗൻ, അതോടൊപ്പം തന്നെ മകൻ അഖിൽജിത്ത്, ഈ രണ്ടുപേരുടെയും ജാമ്യാപേക്ഷ എറണാകുളം കലൂരിലെ PMLA കോടതി തള്ളിയത്. ഇത് രണ്ടാം വട്ടമാണ് കോടതി ഇവരുടെ ജാമ്യാപേക്ഷ റിജക്ട് ചെയ്യുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ച വാദഗതികൾ കോടതി അംഗീകരിക്കുകയായിരുന്നു. മാത്രമല്ല, നേരത്തെ ഈ കേസിൽ കുറ്റപത്രം ED നൽകിയിരുന്നു. ഈ കുറ്റപത്രത്തിൽ 6 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഭാസുരാംഗൻ, മകൻ അഖിൽജിത്ത്, ഭാര്യ, അതോടൊപ്പം തന്നെ പെൺമക്കൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു ഈ കേസിൽ പ്രതികളായി വന്നത്. 6 പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൽ 2 പേരുടെ അറസ്റ്റാണ് ഉണ്ടായത്. അതുകൊണ്ട് ബാക്കി 4 പേർക്ക് കൂടി കോടതി നോട്ടീസ് അയച്ച് സമൻസ് അയച്ചിട്ടുണ്ട്. അവർ 5-ാം തീയതി ഫെബ്രുവരി 5-ന് ഹാജരാകണം. ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 28 ലോണുകളാണ് ഭാസുരാംഗനും കുടുംബവും ഈ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഏകദേശം 2 കോടിയിലധികം രൂപ ലോണായി തന്നെ എടുത്തു. അത് കേവലം 2 പ്രോപ്പർട്ടി ഈടുവെച്ചുകൊണ്ടാണ് ഇത്രയധികം മൾട്ടിപ്പിൾ ലോൺസ് എടുത്തിട്ടുള്ളതെന്ന് ED കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ഇതിന്റെ ഒരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ ബാങ്കിൽ ലഭ്യമായില്ല എന്നും പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ ഭാസുരാംഗൻ മറ്റ് പല ലോണുകൾക്ക് വേണ്ടി അനധികൃതമായി ഇടപെടുകയും സൊസൈറ്റികൾക്കുൾപ്പെടെ ലോൺ അനുവദിക്കുകയും ചെയ്തിരുന്നു അനധികൃതമായി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ED കണ്ടെത്തിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ തെളിവായി ഈ കുറ്റപത്രത്തിനൊപ്പം ED സമർപ്പിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇതോടൊപ്പം തന്നെ ED സമർപ്പിച്ച ഒരു അപേക്ഷയുണ്ട്. അതായത് കുറ്റപത്രത്തിന്റെ രൂപം ഡിജിറ്റലായി പ്രതികൾക്ക് നൽകണമെന്ന്. നേരത്തെ കരുവന്നൂർ കേസിലും ED ആ ഒരു അപേക്ഷ വെച്ചിരുന്നു. അതും കോടതി അംഗീകരിച്ചിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി EDക്ക് ഹാജരായത് അഡ്വക്കേറ്റ് സന്തോഷാണ്.